ലോകത്തിൻ കഥയറിയാതെ ബിഗ് ബോസ് അറിയാലോ. ഈ സോങ് ഒന്ന് വെറുതെ ഒന്ന് കേട്ടു. ഇപ്പോൾ ഇന്നത്തെ വിഷയം ബിഗ് ബോസ് സീസൺ 6 ടോപ്പ് 10 റിവ്യൂ വിഷയമാണ്. നമ്മുടെ ചാനൽ ആരും അത്ര സപ്പോർട്ടിംഗ് ഒന്നുമില്ല, എന്നാലും നമ്മളിന്നും ഇൻഫ്ലുവൻസറായി തന്നെയാണ്. നമ്മൾക്ക് പറ്റാവുന്ന അന്തരീക്ഷത്തിൽ പറ്റാവുന്ന സ്പേസിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രം, ബാക്കി ആരും ക്യാമറാമാനോ സപ്പോർട്ടോ ഒന്നുമില്ലാത്ത ചെറിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അതിൻ്റെതായ പരിധിക്കുള്ളിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനലാരും സപ്പോർട്ട് ചെയ്യുന്നു. ലൈക്കും ഷെയറും ബെൽ ബട്ടണും ഒക്കെ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തും. ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു ലൈക്കിന് വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 14ാമത്തെ എപ്പിസോഡ്, ലാലേട്ടൻ വരുന്ന എഫിഷ്യൻ എപ്പിസോഡിൽ ഇന്ന് ഔട്ടായിരിക്കുന്നത് സുരേഷ് മേനോനാണ്. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. അദ്ദേഹം ഈ ഗെയിമറിന് പറ്റിയ ഒരു ആരോഗ്യമോ ചലഞ്ചോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു ഗെയിമർക്ക് അവിടെ ഒരിക്കലും മൈൻഡ് ഗെയിം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് ഇനി പിടിച്ചു നിർത്താൻ പ്രേക്ഷകർക്കാവില്ല, ബിഗ് ബോസിനും കഴിയില്ല. താൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നവർക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽപ്പില്ല. അതൊരു കഴിവുകെട്ട കളിയാണ്. അപ്പോൾ ഇന്നും ബിഗ് ബോസ് ചില ടാസ്കുകൾ മൈൻഡൊന്ന് റിലാക്സിങ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ ടാസ്ക്, ഫൺ ടാസ്ക്, അങ്ങനെ കുറേ ടാസ്കുകൾ ബിഗ് ബോസ് ചെയ്യുമെങ്കിലും പാരിശുദ്ധമായ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് അവസാനിപ്പിച്ചു. എവിഷൻ പ്രക്രിയയും തീരുമാനിച്ച് ഇന്ന് ജിറ്റോയും അപ്സരയൊക്കെ നല്ലൊരു ഡാൻസ് ചെയ്ത് വണ്ടർഫുൾ, ഗ്രേറ്റ് അപ്രീഷിയേറ്റ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ശ്രമിച്ചു ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിലൊന്ന് ക്രിയേറ്റീവായി എന്തെങ്കിലും കൊണ്ടുവരാൻ. അതിനൊരു നല്ലൊരു വിശ്വസതയുണ്ട്. ബിഗ് ബോസ് സീസൺ 6 എല്ലാ എപ്പിസോഡിലും എല്ലാ വിഷയവും ഇതുപോലെ കളർഫുൾ ആവണം എന്ന്. അപ്പോൾ നന്നായി ബിഗ് ബോസ് സീസൺ 6 മുന്നോട്ട് പോകും. അധികം ചളമാക്കാതെ ഓവറാക്കാതെ പോയാൽ ബിഗ് ബോസ് സീസൺ 6 പ്രേക്ഷകർക്ക് എന്നും കാണാൻ ഒരു നല്ലൊരു റിയാലിറ്റി ഷോ തന്നെയാണ്. മലയാളത്തിലേക്ക് വരുമ്പോൾ ഹിന്ദി ബിഗ് ബോസോ താരതമ്യം ചെയ്യരുത്. അത് വേറെ ഒരു കോണ്ടന്റ് മേക്കേഴ്സ് തന്നെയാണ്. അതിൻ്റെതായ ആ ഒരു പരിധിക്കുള്ളിലാണ് ബിഗ് ബോസ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ 18-20 കണ്ടസ്റ്റൻറ്റ് കയറിക്കൊള്ളുന്നത്. ഓരോരുത്തരെയും സെലക്ട് ചെയ്യുമ്പോൾ അവർ എത്രത്തോളം പവർ ഉള്ളവരാണെന്നും എത്രത്തോളം ഗെയിം ചലഞ്ച് ഉള്ളവരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം അവർ പെർഫോം ചെയ്യാൻ. അതിനകത്ത് പോയി കഴിഞ്ഞ് മുൻകൂട്ട് പ്ലാനൊന്നും ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ അവിടുന്ന് തീരുമാനിക്കുന്ന പ്ലാനാണ് ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രശസ്തി ഇല്ല. കാരണം കണ്ടന്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞ നമ്മൾ യൂട്യൂബർക്ക് അവിടെ നമുക്ക് പറ്റുന്ന
ആവശ്യങ്ങളോ വിഷയങ്ങളോ ചർച്ച ചെയ്യുന്നില്ല. എപ്പോഴും പോലെ ലാലേട്ടൻ വരുന്നു, ഫണ്ണായ കാര്യങ്ങൾ സംസാരിക്കുന്നു, അതിൻ്റെതായൊരു സൈഡിലേക്ക് പോകുന്നു. ചോദിക്കേണ്ടത് രണ്ടുപേരോടാണ്, ഒന്ന് ജാസ്മിൻ, ഒന്ന് ഗബ്രി. അവരോട് വലിയ ചോദ്യങ്ങൾ ചോദിക്കാതെ, പക്ഷേ ചില നേരങ്ങളിൽ ലാലേട്ടൻ അവർ ഉന്നം വെച്ചൊരു അവർ ചെയ്തൊരു ഗെയിമിൽ അവർ തോന്നുന്ന പോലെ പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് വാണിംഗ് ചെയ്തിരുന്നു. ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത്? അത് സുരേഷ് മേനോൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ റോക്കിക്കാണ് കൊടുക്കേണ്ടെങ്കിലും സുരേഷ് മേനോന് എല്ലാവരും കൊടുത്തതിന് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ജാസ്മിൻ ഒരു പൊട്ട ഗെയിം വെച്ചു. ശരിയാണ്, അതിന് വാണിംഗ് കൊടുത്തത് ഇത്തിരി നല്ലൊരു ഗെയിമായി തോന്നി. ലാലേട്ടൻ അത് ചോദിച്ചത് ഇത്തിരി ഗംഭീരം, വളരെ നല്ലൊരു, അങ്ങനെ തോന്നുന്ന പോലെ കളിക്കാനാണെങ്കിൽ വേറെ സ്ഥലം നോക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഗെയിം മാറ്റം കൊണ്ടുവന്നു. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അത്ര തിരക്കേടില്ല, അത്യാവശ്യം റേറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ എപ്പോഴത്തെ പോലെ അല്ല എന്നത് വാസ്തവമാണ്. ഇപ്രാവശ്യം ഒരുപാട് ഓപ്ഷൻസ് പ്രേക്ഷകർക്കും നൽകിയിട്ടുണ്ട്. നല്ലൊരു കമൻറ്റ് ബിഗ് ബോസിന് കൊടുത്താൽ അതിൻ്റെതായ റിയാലിറ്റി ഷോ ഫൈനലിൽ നമുക്ക് അവിടെ പോയി ബിഗ് ബോസിൽ കയറാനുള്ള ഓപ്ഷൻസും നമുക്കൊക്കെ കിട്ടുമെന്നറിയില്ല. എന്നാലും ഒരു കമൻറ്റ് പറയാം, ബിഗ് ബോസ് സീസൺ 6 മറ്റ് സീസണിനെക്കാട്ടും ഇത്തിരി നല്ലൊരു കണ്ടന്റ് തരുന്നില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല ഉണ്ട്. പക്ഷേ സെലക്ഷനിൽ ഇത്തിരി പിഴവ് പറ്റിയിട്ടുള്ളത് യാദൃശ്യമാണ്. അത് ശ്രദ്ധിക്കേണ്ടത് ബിഗ് ബോസിൻ്റെ എന്നത്തെയും എപ്പോഴത്തെയും ആവശ്യമാണ്. നമ്മളൊക്കെ ബിഗ് ബോസ് സീസൺ 6 കുറിച്ചോ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോസിനെ കുറിച്ചോ മുൻപൊന്നും അറിയാത്തവരാണ്. പക്ഷേ ഇന്ത്യയിലൊക്കെ കളിക്കുന്നത് പോലെയല്ല മലയാളത്തിലേക്ക് വരും. അപ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ടാകും. കോർണർ വിഭാഗത്തെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ നല്ലൊരു മികവോടെയുള്ള സാധാരണക്കാരൻ എന്തെങ്കിലും ആഗ്രഹിച്ച് എന്തെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർത്തിയെടുക്കാനാവണം കോർണർ എന്ന സെലക്ഷൻ. അവിടെയാണ് സെലിബ്രിറ്റികളെ നോക്കരുത്. സെലിബ്രിറ്റികളിലൂടെ നമുക്ക് മെച്ചം ഉണ്ടാക്കാൻ കഴിയുക എന്നത് വളരെ സുലഭമാണ്. അവർ ആദ്യമേ സക്സസ്ഫുൾ ആയവർക്ക് പിന്നെയും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. അപ്പോൾ സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇതിൽ വിലയിരുത്തലും ജഡ്ജ്മെൻറ്റുമൊക്കെ ബിഗ് ബോസിനാവാം. അത് കാര്യമായി ചിന്തിക്കണം. പക്ഷെ ഒത്തിരി അതിനുവേണ്ടി ചെയ്യാം, അതിനുവേണ്ടി 100 ദിവസം 50 ദിവസമൊക്കെ കഴിയുമെന്ന് ഉറപ്പുള്ളവരെ വേണം അതിനകത്തേക്ക് കയറ്റാൻ. അതിനുള്ള കോൺഫിഡൻസ് ആ കണ്ടസ്റ്റൻസിന് ഉണ്ടാകുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഷോയിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ല. ഇപ്പോൾ ആദ്യം എവിഷനിൽ നിന്ന് ഔട്ടായിപ്പോയത് സുരേഷ് മേനോൻ. ഇനി നാളെ റോക്കി ആവാൻ പുറത്തുനിന്ന് പോകാൻ. പക്ഷെ റോക്കി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് നാളത്തെ പ്രമോയിൽ കാണുന്നത് റോക്കി സിജുവിനെ അടിച്ചു എന്നാണ്. ശനിയാഴ്ചത്തെ സീസൺ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം, അടിക്കണമെന്ന് തോന്നിയാൽ അങ്ങ് അടിച്ചേക്കണം. അങ്ങനൊരു വാക്ക് സംസാരിച്ചതുകൊണ്ട് ആ റിയാക്ഷനിൽ ആ ഒരു ഗൗരവത്തോടെടുക്കാതെ അതങ്ങ് അടിയൊന്ന് കൊടുക്കുക. സിജോനെ എന്തോ തർക്കത്തിൽ പ്രമോൽ കാണുന്നു, സിജോനെ റോക്കി അടിക്കും. ഇത് ഗംഭീരമായൊരു ചർച്ചയാവും ബിഗ് ബോസ്. ആര് പുറത്താകും, ആര് ചതിക്കും, ആര് ഔട്ടാകും, അത് നമുക്ക് നാളെ വിഷയമാക്കേണ്ട കാര്യമാണ്. അത് വ്യക്തത വരണമെങ്കിൽ ആ എപ്പിസോഡ് നമ്മൾ കണ്ട് നമുക്ക് വിലയിരുത്താം. അപ്പം അത് നാളെ അങ്ങനെയൊരു വലിയൊരു പ്രമോ വരുന്നുണ്ട്. റോക്കി
ഇത്തിരി കർക്കശക്കാരനും ഗൗരവക്കാരനും ഒരു റോക്കിയെ പ്രവോക്ക് ചെയ്താൽ റോക്കി പരിധി വിട്ട് ആക്രമത്തിന് അടിക്കാനാണെങ്കിൽ അടി കൊടുക്കാനാണെങ്കിലൊക്കെ മുന്നോട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇത്തിരി വിട്ടു നിന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ റോക്കി എന്ന വ്യക്തിയിൽ നിന്ന് അങ്ങനൊരു സംഭവം വന്നപ്പോൾ റോക്കി ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ്. ഇതുവരെ നോക്കുമ്പോൾ റോക്കി സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന നല്ലൊരു മൂമെൻ്റുള്ള കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ബിഗ് ബോസ്. സിജോവും അതുപോലെ തന്നെയാണ്. പക്ഷെ റിതീഷ് പോയതിനു ശേഷം സിജോ ഇത്തിരി അപ്സ് ആൻഡ് ഡൗൺ ആയി താഴോട്ട് പോയിട്ടുണ്ട്. മറ്റേ ക്യാരക്ടറൈസേഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് മാത്രം മത്സരിക്കുന്ന സിജോയാണ് കാണുന്നത്. അപ്പോൾ റോക്കി അങ്ങനെയല്ല, ഋഷിയൊക്കെയുമായി നല്ലൊരു ബന്ധവും കൂട്ടുകെട്ടുമൊക്കെയായി നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടി റോക്കി വളരുമ്പോഴും ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ നടന്നപ്പോൾ അത് ബിഗ് ബോസ് ഔട്ടാക്കാതിരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഒന്നെങ്കിൽ റോക്കി പുറത്ത് പോകാം, ഒന്നെങ്കിൽ സീക്രട്ട് റൂമിൽ ഇരുത്താം, എന്തും സംഭവിക്കാം. ഫിനാലയിൽ ഒരു ടോപ്പ് 5 റോക്കി ഉണ്ടാവണമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാൻ? അത് നാളത്തെ പ്രമോയിൽ അതിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ 14ാമത്തെ എപ്പിസോഡിൽ നടന്ന എല്ലാ കാര്യങ്ങളും, അതായത് 2ാം വീക്കിൻ്റെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡുകളിൽ ഒന്നും പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ആവറേജാണ്, ഫുൾഫില്ലിങ് ഇല്ല. പല കാര്യങ്ങളും പലതും ചോദിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വോട്ടിംഗ് ചെയ്താണ് ഓരോരുത്തരെയും അകത്തിടുന്നതും ക്യാപ്റ്റൻസി നേടുകയൊക്കെ ചെയ്യുന്നതിലും പ്രേക്ഷകർക്ക് വേണ്ടതൊന്നും നൽകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത്. ആവറേജായി മാത്രം ഒതുങ്ങിപ്പോകാതെ ഫുള്ളായി ഫസ്റ്റ് ബിഗ് ബോസ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. എവിടെയും അടിയും പിടിയും തർക്കവും മാത്രമല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായി. അപ്പോൾ ബിഗ് ബോസ് വേറെ ലെവലാണ്. അടുത്ത ശനിയും ഞായറും വീക്കെൻഡിലും ഇത് കാണാനുള്ള ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള എപ്പിസോഡാക്കി മാറ്റണം. അത് ബിഗ് ബോസായ നിങ്ങളുടെ, ബിഗ് ബോസ് നിയന്ത്രിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അത് നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ബിഗ് ബോസിലെ അച്ചടക്കങ്ങളെ നിയന്ത്രിക്കുക തന്നെയാണ്. ബിഗ് ബോസിലേക്ക് കണ്ടസ്റ്റൻ്റ് നിയന്ത്രിക്കുന്നതിനാണ്. മോഹൻലാൽ എന്ന വ്യക്തിയോട് എന്ത് പറയണമെന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാം നിങ്ങൾക്ക് ഇട്ട് ജഡ്ജിങ് പാനലിലാണ് പ്രേക്ഷകർ ഇരിക്കുന്നത്. അപ്പം പ്രേക്ഷകരുടെ ജഡ്ജ്മെൻ്റ് തള്ളിക്കളയാതെ അത് നിങ്ങൾ വിലയിരുത്തണം. പ്രേക്ഷകരെ മൊത്തത്തിലങ്ങ് വിഴുങ്ങിക്കളയാതെ നിങ്ങളുടെ മാത്രം താല്പര്യത്തിൽ വിജയികളെ തിരഞ്ഞെടുക്കരുത്. പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്നവരെയാവണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായിരിക്കണം